ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഫെഡറൽ ബാങ്കിനെ ക്രെഡിറ്റ് കാർഡ് എനിക്ക് ഇപ്പോൾ അപ്രൂവ് ആയിട്ട് ഇൻസ്റ്റന്റ് അപ്രൂവൽ ആയിരുന്നു. ഞാൻ ഇതിലായിട്ട് ഫെഡറൽ ബാങ്ക് നോക്കിയിട്ടില്ല. ആദ്യം പിന്നെ ഞാൻ നോക്കിയത് സ്കാപ്പിയുടെ ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു. അപ്പോൾ സ്കാപ്പിയുടെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് റിജക്ട് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ചുമ്മാ ഫെഡറൽ ബാങ്കിന്റെ ഒരു ഇമെയിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയതാണ്. പറയുമ്പോൾ ഞാൻ അവരുടെ അക്കൗണ്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഇപ്പോൾ സാധനം ഡീആക്ടിവേറ്റഡ് ആണ് എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്നുണ്ടാകുന്നില്ല. നിങ്ങൾക്കറിയാം ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് അത്ര ഞാൻ വലിയ റെക്കമെൻഡ് ചെയ്യുന്ന അക്കൗണ്ട് ഒന്നല്ല. ഇഷ്ടംപോലെ ഇഷ്യൂസും അതുപോലെ തന്നെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ ഭയങ്കര മോശമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ഒക്കെ വന്നേക്കുന്നത് നമുക്ക് ഓൾറെഡി ആർ ബി ഐന്റെ സംഭവമൊക്കെ കിട്ടണം. ഏറ്റവും കൂടുതൽ അക്കൗണ്ട് വന്നേക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടുകൾക്കാണ്. ഫെഡറൽ ബാങ്ക്, കനറ ബാങ്ക്, SBI ഒക്കെ പിന്നെയും കുറവാണ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സർവീസ് മോശം തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഫെഡറൽ ബാങ്ക് എൻ്റെ അക്കൗണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഓൾറെഡി ഇപ്പോൾ ഞാൻ ഒരു ഇന്റർനാഷണൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ US സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ആക്ച്വലി ഫെഡറൽ ബാങ്കിന്റെ ഒരു ഇന്റർനാഷണൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നോർമൽ അക്കൗണ്ട് ഉണ്ടാകുന്നത് ഇപ്പോൾ സാധനം ഇപ്പോൾ ഡീആക്ടിവേറ്റഡ് ആണ്. ഡീആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ സാധനം ഡോർമെന്റ് ആണ്, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പിന്നെ ജൂപ്പിറ്റർ സംഭവം തന്നെയാണ്. ഫീ മണി ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂപ്പിറ്റർ ഇപ്പോഴും എടുക്കുന്നുണ്ടെങ്കിൽ ആ ജൂപ്പിറ്റർ ഇപ്പോൾ വേസ്റ്റ് ആണല്ലോ. ഒരു ചാർജിങ് സംഭവമൊക്കെ കൂട്ടി മിനിമം ബാലൻസ് വന്നു. അപ്പോൾ സാധനം വേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ സാധനം അപ്ലൈ ചെയ്യാറില്ല ഫെഡറൽ ബാങ്കിൻ്റെ. അപ്പോൾ ഞാൻ ചുമ്മാ മെസ്സേജ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ പർപ്പസിന് എടുക്കും. ഞാൻ മിക്ക കാർഡുകളും നമ്മൾ ഇതേപോലെ വീഡിയോ പർപ്പസിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എടുത്തപ്പോൾ പറയുമ്പോൾ പിന്നെ അത് ലൈഫ് ടൈം ഫ്രീ കാർഡാണല്ലോ ഇപ്പോൾ. അപ്പം നമുക്ക് നമ്മുടെ എന്താ പറയുക, അവരുടെ റൂപേ വേരിയന്റ് നമ്മൾക്ക് ഇപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 1 lakh ലിമിറ്റ് കാണിച്ചത്. സാധനം പറയുമ്പോൾ എനിക്ക് ഏറ്റവും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കമ്പയർ ചെയ്യുമ്പോൾ ലിമിറ്റിൽ. എന്നാലും പോട്ടെ, എന്ന് വെച്ചാൽ ലൈഫ് ടൈം ഫ്രീ ആണല്ലോ. അതിൻ്റെ ഞാനൊരു മെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എനിക്ക് ഫെഡ് മൊബൈലിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഉണ്ടാകുന്ന സേവിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് കാർഡൊക്കെ എക്സ്പയർ ആയി പോയി. അപ്പോൾ അത് എനിക്ക് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് നോർമൽ ഞാൻ അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നെറ്റ് ബാങ്കിങ് ത്രൂ ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷേ ഫെഡ് മൊബൈൽ എന്തായാലും അത് ശരിയാക്കട്ടെ. അത് 2 ദിവസങ്ങളിൽ ശരിയാക്കി. ഞാൻ അവിടെ സംസാരിച്ച സംഭവമൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു മെയിലാണ് നമുക്ക് വന്നത്. കണ്ടോ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് വിത്ത് യുവർ ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. ഇത് ചില ആക്ടിവേറ്റ് ഞാൻ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടായിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പം മിക്ക എല്ലാ കാർഡോടും ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വെൽക്കം ബോർഡ്. പിന്നെ അത് ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. ബ്രൈറ്റ്നസ് അവിടെ പോയി. ഇതാ ഉണ്ടോ, ഒന്നുകൂടി കൊടുക്കണോ? അപ്പോൾ ഇതിൽ നമുക്ക് ഓൾറെഡി 21-ാം തീയതിയാണ് നമ്മുടെ സിഗ്നറ്റ് കാർഡാണ് ഞാൻ പറയാൻ പറഞ്ഞു. ഫെഡറൽ ബാങ്കിൻ്റെ റൂപേ സിഗ്നറ്റ് ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് കിട്ടിയത്. 21-ാം തീയതിയാണ് നമ്മുടെ ബിൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെർച്വൽ കാർഡ് ട്രാൻസാക്ട് ഫ്രം എനിവർ എനി ടൈം സീംലെസ് വിത്ത് വെർച്വൽ കാർഡ് നമുക്ക് നമ്മുടെ ഫെഡ് മൊബൈലിലും നെറ്റ് ബാങ്കിലൊക്കെ കാണാൻ പറ്റും. പിന്നെ ലൈഫ് ടൈം ഫ്രീ എന്ന് ഓൾറെഡി നമുക്ക് അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 10x റിവാർഡ് പോയിന്റ് ഓൺ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ വിത്തിൻ ഫസ്റ്റ് 10 days ഓഫ് ജോയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3x റിവാർഡ് പോയിന്റ് ഓൺ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്പാരൽസ്, 2x റിവാർഡ് പോയിന്റ് ഓൺ എന്റർടൈൻമെന്റ്, 1x റിവാർഡ് പോയിന്റ് അക്രോസ് ഓൾ അതർ കാറ്റഗറിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് ഉണ്ട് 200 രൂപയുടെ. 3000 രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ 1030 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. പിന്നെ സ്വിഗ്ഗി വൗച്ചർ വർത്ത് ₹150 രൂപ ക്വാർട്ടർലി എക്സ്പെൻസിൽ വരുന്നുണ്ട്. പിന്നെ ബൈ 1 get 1 ഓഫർ നമുക്ക് ഐനോക്സ് മൂവി ടിക്കറ്റിൽ നമുക്ക് വരുന്നുണ്ട്. ഞാൻ അപ്പോൾ ഐനോക്സിൽ അങ്ങനെ പോകാറില്ല കേട്ടോ. അപ്പം ഐനോക്സ് തൃശ്ശൂർ കൂതറ തിയേറ്ററാണ്. ഇപ്പോൾ അവരുടെ സീറ്റിംഗ് ഒക്കെ തനി കൂതറയപ്പോൾ നമ്മുടെ അവരുടെ എന്താ പറയുക റിക്ലൈനർ സീറ്റൊക്കെ ഉണ്ടല്ലോ, പൊളിഞ്ഞ് നമുക്ക് ആ ഹാൻഡ് ഡ്രസ്സൊക്കെ കയ്യിൽ പോരും. അങ്ങനത്തെ കൂതറ സാധനമാണ്. അന്നേരം അവന്മാർ ഇത്ര ചാർജ് വാങ്ങിക്കുന്നത്. അവിടേക്ക് പോകാറില്ല ഇപ്പോൾ. പോരാത്തതിന് ആ റോഡൊക്കെ ഇപ്പോൾ തല്ലിപ്പൊളിഞ്ഞ് എടുക്കുക, നിങ്ങൾക്ക് അറിയിക്കും, നമ്മുടെ പുഴയ്ക്കൽ റോഡൊക്കെ. പിന്നെ കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ചസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ എക്സ്പ്ലോർ ഇതുപോലെ 4x മാർക്കപ്പ് ചെയ്ത് കുറച്ച് കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ലിങ്ക് അല്ലാതെ നെറ്റ് ബാങ്കിലേക്ക് പോവുക. പിന്നെ ലേറ്റസ്റ്റ് ഓഫറും കാര്യങ്ങളൊക്കെ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇമെയിൽ ID, അതായത് കസ്റ്റമർ സപ്പോർട്ട് ഇമെയിൽ IDയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് മെയിൽ വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് ആക്ച്വലി ബിസിനസ് കാർഡാണ് കിട്ടിക്കുന്നത്. സിഗ്നറ്റിൻ്റെ ബിസിനസ് വേരിയൻ്റ് ആണ് കിട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ്. ഞാൻ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് അതിന് കിട്ടണമെങ്കിൽ നോക്കട്ടെ കേട്ടോ. ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ ഇപ്പോൾ ഒരു റെഫറൽ പ്രോഗ്രാം എന്തോരം അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് നമ്മുടെ അത്യാവശ്യം അപ്രൂവൽ ആയിട്ടുള്ള കുറച്ച് ക്രെഡിറ്റ് കാർഡുകളുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മറക്കണ്ട, ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസുമാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ നോക്കാനും മറക്കണ്ട കേട്ടോ. അടുത്ത